വിമതർ നിയന്ത്രണം ഏറ്റെടുത്ത സിറിയയിൽ കനത്ത ആക്രമണം നടത്തുകയാണ് ഇസ്രയേൽ. ആക്രമണം ശക്തമാക്കിയ ഇസ്രയേൽ കൂടുതൽ മേഖലകളിലേക്ക് ആക്രമണം വ്യാപിപ്പിക്കുകയും ചെയ്തു. ശനിയാഴ്ച രാത്രിയിൽ 5 മണിക്കൂറിനിടെ 61 മിസൈലുകളാണ് ഇസ്രയേൽ സിറിയയിലേക്ക് തൊടുത്തുവിട്ടത്. സിറിയയിലെ സൈനിക കേന്ദ്രങ്ങളെ ലക്ഷ്യമിട്ടായിരുന്നു ആക്രമണങ്ങളെന്ന് യുദ്ധനിരീക്ഷകരായ സിറിയൻ ഒബ്സർവേറ്ററി ഫോർ ഹ്യൂമൻ റൈറ്റ്സ് പറഞ്ഞു. അതിനിടെ സിറിയയിൽ ഇസ്രയേൽ നടത്തുന്ന ആക്രമണങ്ങൾക്കെതിരെ വിമതസേനയായ തഹ്രീർ അൽ ഷാമിന്റെ തലവൻ അബു മുഹമ്മദ് അൽ ജൊലാനി പ്രതികരിച്ചു. സിറിയയിൽ ആക്രമണം നടത്തുന്നതിനെ ന്യായീകരിക്കാനാവില്ലെന്ന് ജൊലാനി പറഞ്ഞു. ഇസ്രയേൽ പ്രതിരോധ സേനയുടെ ആക്രമണങ്ങൾ പരിധി വിട്ടു. വർഷങ്ങളോളം നീണ്ട യുദ്ധത്താലും സംഘർഷങ്ങളാലും സിറിയ തളർന്നിരിക്കുന്നു. സിറിയയെ കൂടുതൽ പ്രക്ഷുബ്ധമാക്കാൻ ഇനി ആരെയും അനുവദിക്കില്ലെന്നും ജൊലാനി വ്യക്തമാക്കി. സിറിയയെ നശിപ്പിക്കുന്ന സംഘർഷങ്ങളല്ല ലക്ഷ്യം, രാജ്യത്തിന്റെ പുനർനിർമ്മാണമാണ് ലക്ഷ്യം. സിറിയയെ ആക്രമണത്തിനുള്ള വേദിയാക്കിയത് ഇറാനാണ്. അതിന് അന്ത്യം കുറിക്കാൻ വിപ്ലവത്തിലൂടെ സാധിക്കുകയും ചെയ്തു. എന്നാലും ഇറാനുമായി ശത്രുതയിൽ പോകാൻ ആഗ്രഹിക്കുന്നില്ല. സിറിയയിലെ ഇറാന്റെ സാന്നിധ്യം അവസാനിപ്പിക്കാനും കഴിഞ്ഞു. ഇറാനിയൻ ജനതയോട് ശത്രുതയില്ലെന്നും ജൊലാനി വ്യക്തമാക്കി. സിറിയൻ വാർത്താ ചാനലിന് നൽകിയ അഭിമുഖത്തിലാണ് ജൊലാനിയുടെ ഈ പ്രതികരണം. സിറിയയിൽ അധികാരം പിടിച്ച വിമത ഗ്രൂപ്പുമായി US നിരന്തരമായി ബന്ധപ്പെടുന്നുണ്ടെന്നാണ് US സ്റ്റേറ്റ് സെക്രട്ടറി ആന്റണി ബ്ലിങ്കൻ വ്യക്തമാക്കിയിരിക്കുന്നത്. ഹയാത്ത് തഹ്രീർ അൽഷാമുമായും മറ്റുള്ളവരുമായും ബന്ധപ്പെടുന്നുണ്ട്. സിറിയയിൽ 2012 മുതൽ കാണാതായ US മാധ്യമ പ്രവർത്തകൻ ആസ്റ്റിൻ ടൈസിനെ കണ്ടെത്താനുള്ള ശ്രമങ്ങൾ തുടരുന്നുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. സിറിയയിൽ നിന്നും റഷ്യൻ സൈന്യത്തിന്റെ പിന്മാറ്റത്തെക്കുറിച്ച് പ്രതികരിക്കാൻ ആന്റണി ബ്ലിങ്കൻ തയ്യാറായില്ല. മാധ്യമപ്രവർത്തകരുടെ അടിസ്ഥാനത്തിൽ പ്രതികരണത്തിനില്ല. ഇക്കാര്യത്തിൽ US ഭരണകൂടത്തിന്റെ അന്വേഷണത്തിന് ശേഷം മാത്രമേ പ്രതികരിക്കാൻ സാധിക്കൂ എന്നും ആന്റണി ബ്ലിങ്കൻ പറഞ്ഞു. നേരത്തെ സിറിയയിൽ സമാധാനപരമായ അധികാര കൈമാറ്റം സാധ്യമാക്കാൻ മേഖലയിലെ US സ്റ്റേറ്റ് സെക്രട്ടറി ആന്റണി ബ്ലിങ്കൻ മറ്റ് രാജ്യങ്ങളുടെ പിന്തുണ തേടിയിരുന്നു. തുർക്കി പ്രസിഡന്റ് റജബ് തയ്യിബ് എർദോഗനുമായും ഇറാഖ് പ്രധാനമന്ത്രി മുഹമ്മദ് അൽ സുഡാനിയുമായി അദ്ദേഹം കൂടിക്കാഴ്ചയും നടത്തി. സിറിയയുടെ ഭാവി സംബന്ധിച്ച് തുർക്കിയും US തമ്മിൽ വ്യക്തമായ ധാരണയുണ്ടെന്ന് തുർക്കി വിദേശകാര്യമന്ത്രി ഹകൻ ഫിദനുമായി നടത്തിയ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം സംയുക്ത പ്രസ്താവനയിൽ ബ്ലിങ്കൻ പറഞ്ഞിരുന്നു. അതിനിടെ അസദിന്റെ ശക്തി കേന്ദ്രങ്ങളിൽ വിമതർക്ക് നേരെ ആക്രമണവും നടത്തുന്നുണ്ട്. ശനിയാഴ്ച വിമതർക്ക് നേരെയുണ്ടായ ഒളിയാക്രമണത്തിൽ 4 പേരാണ് മരിച്ചത്. മെഡിറ്ററേനിയൻ തീരനഗരങ്ങളായ ലഡാക്കിയ, ടാർട്ടസ്, ബജ്ലഹ് എന്നിവിടങ്ങളിലാണ് ആക്രമണമുണ്ടായത്. തുർക്കി അനുകൂല സുന്നി സംഘടനയായ ഫൈലാഖ് അൽ ഷാമിലെ അംഗങ്ങളാണ് മരിച്ചത്. സിറിയയിൽ പലയിടങ്ങളിലും ജനജീവിതം സാധാരണ നിലയിലേക്ക് മടങ്ങി. രാജ്യത്തെ സ്കൂളുകളും കോളേജുകളും ഞായറാഴ്ച തുറന്നു. 5 ദിവസത്തിനിടെ തുർക്കി അതിർത്തി വഴി 7600 സിറിയൻ അഭയാർത്ഥികൾ സ്വന്തം രാജ്യത്തേക്ക് മടങ്ങിയെന്ന് സിറിയയിലെ മനുഷ്യാവകാശ പ്രവർത്തകർ അറിയിച്ചു.